പറഞ്ഞിട്ടാ. അപ്പം പ്രോഗ്രാമിന് പോയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ ആ റിസോർട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൊട്ടിയത്തുള്ള ബ്രൂക്ക് സെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ്. നമ്മൾ കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ട് ഒരു 2 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ റിസോർട്ട്. അപ്പം പിള്ളേരൊക്കെ വരാനുണ്ട്. ഞങ്ങൾ അവരൊക്കെ തമ്പാനൂർ നിൽക്കുകയാണ്. പിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാമിന് പോകണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വെൽക്കം ടു ട്രാവലിംഗ് മാംബോസ്. ട്രാവലിംഗ് മാംബോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെനി. അങ്ങനെ നമ്മളെല്ലാവരെയും പിക്ക് ചെയ്തു. നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാൻ കരുതി. കണ്ണസുഖമായിട്ടിരിക്കുകയാണ്. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് അല്ലേ അഭിചേട്ടാ? കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് അല്ലേ ചേട്ടാ? റോബിനുണ്ട്. പഴസുമി പഴം ലാലിട്ട നമ്മൾ എവിടെ പോവുകയാണ്? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ വർക്കിന് പോകും. ദീപചേട്ടൻ സമയമായതുകൊണ്ട് പെട്ടെന്ന് വണ്ടി ഓടിക്കുകയാണ്. ചേച്ചി ആണെങ്കിൽ ടെൻഷനിലിരിക്കുകയാണ്. കറക്റ്റ് നമ്മൾ ഈ ബ്രൂക്ക് സെറിൻ എന്ന് പറഞ്ഞ റിസോർട്ട് കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട് കേട്ടോ. അതായത് കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണല്ലോ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ. അതിന് ആ വഴിയാണ് കേട്ടോ. ആ വഴി ഒരു 1.25 കിലോമീറ്ററൊക്കെ ഉള്ളൂ. നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈവനിങ് ഫംഗ്ഷനാണ് കേട്ടോ. ഒരു മെഹന്തി ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിതാണ്ട് എത്തി. ഇതാണ് ബ്രൂക്ക് സെറിൻ റിസോർട്ട്. ഇവിടെ അല്ലാണ്ട് ഈവൻ ഫംഗ്ഷനും ഒക്കെ നടത്താറുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. 5 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ 4:30 ആയി. എന്തായാലും 5 മണിയൊക്കെ കഴിയും. മെഹന്തി ഫംഗ്ഷനല്ലേ, നോർമലി 6 മണിയൊക്കെ ആവാറുണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഫുഡിൻ്റെ സെക്ഷനെല്ലാം അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ 5 മണിയായി. നമ്മുടെ കട്ടൻ ചായ, പല വെറൈറ്റി കട്ടൻ ചായ ഉണ്ട്. അതുപോലെ ജ്യൂസൊക്കെ ഒരുപാടുണ്ട്. ഒരു ആടിനെ സ്റ്റഫ് ചെയ്ത് വയ്ക്കാനുള്ള പ്ലാന് വലതുവശം നടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ്. പക്ഷേ സ്റ്റേജ് അത്യാവശ്യം ചെറിയ സ്റ്റേജാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ 10 പേരുണ്ട്. 6 പേരാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ 10 പേരുണ്ട്. അപ്പം ക്ലയൻറ്റ് അടുത്ത് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേജ്. ഇനി നമുക്ക് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എൻ്റെ അറിവിൽ 7 റൂമുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് 7 റൂമുണ്ട്. അപ്പം മിക്ക റൂമുകളും നമ്മുടെ ഈ കായലിന് ഓപ്പോസിറ്റാണ്. അപ്പം നമുക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ കായൽ കാണാം. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. ഈവനിങ് ടൈമിലൊക്കെ അടിപൊളിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. റൂമെല്ലാം അങ്ങനെ നമ്മൾ വന്നതാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ കേട്ടോ നമ്മുടെ റൂം. റൂമിൻ്റെ ഈ ജനൽ വഴി പുറത്ത് നോക്കുമ്പോൾ തന്നെ കായലൊക്കെ കാണാൻ പറ്റും. ഹലോ ഗൈസ്, നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. നല്ല റൂം, നല്ല ബാത്റൂം. പഴയ പപ്സ് മെഴുകിട്ട് കിടക്കണം കിടപ്പാ. അതുകൊണ്ട് ഇവിടെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് കായൽ കാണാം. പിന്നെ നല്ല ഭയങ്കര പൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളുണ്ട്. റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൽ താമസിക്കുന്നവർക്ക് ഫുഡ് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇവിടുത്തെ റൂം റെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 5000 സംതിങ് ആണ്. പോകുന്നത് താഴെയാണ്. അങ്ങനെ നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇവിടെ താഴത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഈ കാണുന്നതൊക്കെ റൂമാണ് കേട്ടോ. റൂമാണ് അങ്ങനെ എല്ലാ റൂമും നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ കായൽ കാണാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. റൂം എടുക്കുന്നവർക്ക് ബോട്ട് സർവീസ് അവൈലബിൾ ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊക്കെ ഫ്രീ ആയിട്ടാണ്, ബോട്ടല്ല, നമുക്ക് റൂം ഫ്രീ ആയിട്ടാണ് ക്ലയൻറ്റ് തരുന്നത്.
ഗൈസ് ഇതുണ്ടോ, ഇവിടെയും ഫംഗ്ഷൻസ് നടക്കാറുണ്ട് കേട്ടോ. അതായത് ഔട്ട്ഡോർ വർക്കൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അതായത് ബർത്ത്ഡേ ഫംഗ്ഷൻ, വെഡ്ഡിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ന് നമുക്ക് അവിടെ അകത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഇതുവഴി കയറുന്നത് അതിലേ അകത്ത് കയറാം. നമുക്ക് അതിലേയും പോകാം. പെയിന്റ് അടിയിലാണ്. പെയിന്റ് അടി കഴിഞ്ഞിട്ട് കാണാം. മറ്റേ ബ്രഷ് തന്നോണ്ടി. ഹലോ ഗൈസ്, നമ്മൾ മേക്കപ്പ് ചെയ്യാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. നമ്മുടെ മേക്കപ്പും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഗ്രാം തുടങ്ങാനുള്ള ടൈമായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്ര മണിയായെന്ന് പറയും? 8 മണിയായി. ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ 5 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത് നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് അല്ല, അതിന് തൊട്ട് മുന്നുള്ള പെർഫോമൻസ് ആണ്. ഇതിന് ഞാൻ ഇറങ്ങില്ല കേട്ടോ. കാരണം 8 പേര് മതിയെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് അങ്ങ് വലിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.